എങ്ങനെയും രാജനിൽ നിന്നും സന്ധ്യ അകറ്റിയെങ്കിൽ മാത്രമേ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ എന്ന തീരുമാനത്തോടെ അയാൾ പിറ്റേന്ന് രാവിലെ സന്ധ്യയെ സ്കൂളിൽ കൊണ്ടാക്കാൻ വന്നപ്പോൾ രാജനെ വിളിച്ചു. രാജ, ഒന്നിതുവരെ വരൂ. രാജൻ അടിയിലേക്ക് ചെന്ന്, എന്താ സാർ, നിനക്ക് ജോലിയൊക്കെ ശരിയായോ? ഇല്ല സാർ, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നും ഇതുവരെയും ശരിയായില്ല. എന്നാൽ നീ നാളെ വരുമ്പോൾ നിന്റെ സർട്ടിഫിക്കറ്റും രേഖകളും കൊണ്ടുവരൂ. ഉടനെ നിനക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോകണം. പാരീസിലാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് അവിടെ കമ്പനിയിലാണ്. നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ശമ്പളം തരും. ഭക്ഷണവും താമസ സൗകര്യവും കമ്പനിയിൽ നിന്ന് തന്നെ ലഭിക്കും. ഇത് വെച്ചുള്ളൂ. ഉടൻ തന്നെ പോകാൻ റെഡിയായിക്കൊള്ളൂ. അയാൾ കുറച്ച് പൈസ രാജന് കൊടുത്തു. രാജൻ ആ പൈസയും വാങ്ങിക്കൊണ്ട് സദ്യയെയും വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ ചെന്നപാടെ രാജൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് ജോലിയൊക്കെ ശരിയായിട്ടുണ്ട്. ഉടനെ പോകണമെന്നാണ് പറയുന്നത്. വിനയൻ സാറിന്റെ ഏർപ്പാടിലാണ്. നാളെ തന്നെ നീ സാധനങ്ങൾ വാങ്ങാൻ പോകണം. അയാൾ കുറച്ച് രൂപയും തന്നിട്ടുണ്ട്. അത്യാവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ടെന്നും പറഞ്ഞു.